ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു ആണ്. ഡോക്ടർ ഷെർലി വാസു. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു. ഈ അടുത്തിടെയാണ് ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചത്. അതുകൊണ്ടാണ് ന്യൂസിൽ വന്നത്. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം രചിച്ചത് ഷെർലി വാസു ആണ് കേട്ടോ. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ ഷെർലി വാസു ആണ്. 2025 ലോക യൂത്ത് സ്ക്രാമ്പിൾ കിരീടം നേടിയത് മാധവ് ഗോപാൽ കാമത്താണ്. മാധവ് ഗോപാൽ കാമത്ത് 2025 ലോക യൂത്ത് സ്ക്രാമ്പിൾ കിരീടം നേടിയത് മാധവ് ഗോപാൽ കാമത്ത്. ഈ ഒരു നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് മാധവ് ഗോപാൽ കാമത്ത്. 11ാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അഹമ്മദാബാദ്. 11ാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അഹമ്മദാബാദാണ്. മാസ്കോട്ട് ജൽവീർ. മാസ്കോട്ട് എന്താണ്? ജൽവീർ ആണ്. കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി അനുടിൻ ചർൺവിരാഗുൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെർലി വാസു ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോസ്റ്റ്മോർട്ടം ടേബിൾ എന്നത്. 2025 ലോക യൂത്ത് സ്ക്രാമ്പിൾ കിരീടം നേടിയത് മാധവ് ഗോപാൽ കാമത്താണ്. 11ാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന് വേദി അഹമ്മദാബാദ്. മാസ്കോട്ട് ജൽവീർ എന്നതാണ്. ജൽവീർ. തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി അനുടിൻ ചർൺവിരാഗുൾ. അടുത്തത്: മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ് ആണ്. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ്. റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ഏത് സംസ്ഥാനത്തായിരുന്നു? റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രം ബീഹാർ സംസ്ഥാനത്താണ്. റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ബീഹാർ സംസ്ഥാനത്താണ്. തുടർച്ചയായി 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 2025 ഒന്നാം സ്ഥാനം നേടിയത് IIT മദ്രാസ് ആണ്. IIT മദ്രാസ് തുടർച്ചയായി 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 2025 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് IIT മദ്രാസ്. അമീഷ് ത്രിപാഠിയുടെ പുതിയ നോവലാണ് ദി ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്നത്. അമീഷ് ത്രിപാഠിയുടെ പുതിയ നോവലാണ് ദി ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്നത്. അടുത്തതും ഒരു പുസ്തകമാണ്. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം. നമ്മൾ ധാരാളമായിട്ട് ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന ഈ നോവൽ രചിച്ചത് M. മുകുന്ദനാണ്. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ രചിച്ചത് M. മുകുന്ദൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പുസ്തകങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് പഠിച്ചത്. നോക്കാം. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം രചിച്ചത് അരുന്ധതി റോയ് ആണ്. റോയൽ ഭൂട്ടാൻ ബുദ്ധക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് ബീഹാർ സംസ്ഥാനത്താണ്. ബീഹാറിലാണ്. തുടർച്ചയായി 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 2025 ഒന്നാം സ്ഥാനം നേടിയത് IIT മദ്രാസ് ആണ്. മദ്രാസ്. അമീഷ് ത്രിപാഠിയുടെ പുതിയ നോവലാണ് ദി ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്നത്. അമീഷ് ത്രിപാഠി. ഇത് തിരിച്ചും ചോദിക്കാം. ദി ചോള ടൈഗേഴ്സ് അവഞ്ചേഴ്സ് ഓഫ് സോമനാഥ് എന്നത് ആരുടെ കൃതിയാണ് എന്ന്. അമീഷ് ത്രിപാഠി. ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം എന്ന നോവൽ രചിച്ചത് M. മുകുന്ദനാണ്. അടുത്തത്: 2025 US ഓപ്പൺ ചാമ്പ്യൻ ആരാണ്? ആര്യാന സബാലെങ്ക. 2025 US ഓപ്പൺ ചാമ്പ്യൻ ആര്യാന സബാലെങ്കയാണ്.
ഈ ഒരു ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൻ്റെ റണ്ണറപ്പ് എന്ന് പറയുന്നത് 2025 US ഓപ്പണിൻ്റെ റണ്ണറപ്പ് അമാന്ത അൻസിമോവയാണ് കേട്ടോ. അമാന്ത അൻസിമോവയാണ് റണ്ണറപ്പ്. ചാമ്പ്യൻ ആര്യാന സബാലെങ്ക. UK പുതിയ ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ഡേവിഡ് ലാമി. UK പുതിയ ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി. വെനീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകയ്ക്കുള്ള അവാർഡ് നേടുന്ന വ്യക്തിയാണ് അനുപർണ റോയ്. ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് കേട്ടോ അനുപർണ റോയ്. വെനീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകയ്ക്കുള്ള അവാർഡ് നേടുന്ന വ്യക്തിയാണ് അനുപർണ റോയ്. ഈ അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അനുപർണ. അടുത്തിടെ രാജിവെച്ച ജപ്പാന്റെ പ്രധാനമന്ത്രിയാണ് ഷിഗേരു ഇഷിബ. അടുത്തിടെ തിരഞ്ഞെടുപ്പ് തോൽവി, അതുപോലെ പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം, ഇതിനെയൊക്കെ തുടർന്ന് ആണ് ജപ്പാന്റെ ഷിഗേരു ഇഷിബ രാജിവെച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് റിവൈസ് ചെയ്യാം. 2025 US ഓപ്പൺ ചാമ്പ്യൻ ആര്യാന സബാലെങ്ക. റണ്ണറപ്പ് അമാന്ത അൻസിമോവ. UK പുതിയ ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ഡേവിഡ് ലാമി. UK പുതിയ ഉപപ്രധാനമന്ത്രിയായി നിയമിതനായത് ഡേവിഡ് ലാമിയാണ്. വെനീസ് ചലച്ചിത്രമേളയിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകയ്ക്കുള്ള അവാർഡ് നേടുന്ന വ്യക്തിയാണ് അനുപർണ റോയ്. അടുത്തിടെ രാജിവെച്ച ജപ്പാന്റെ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. അടുത്തത്, കുത്തക വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് $345 കോടി പിഴ ചുമത്തിയത് യൂറോപ്യൻ യൂണിയൻ. കുത്തക വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് $345 കോടി പിഴ ചുമത്തിയത് യൂറോപ്യൻ യൂണിയൻ. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം കേരളം. കേരള ക്രിക്കറ്റ് ലീഗ് 2025 കിരീടം സ്വന്തമാക്കിയത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. കേരള ക്രിക്കറ്റ് ലീഗ് 2025 കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. KJS ധില്ലൻ എഴുതിയ, അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. KJS ധില്ലനാണ് രചയിതാവ്. KJS ധില്ലൻ എഴുതിയ, അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കുത്തക വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് $345 കോടി പിഴ ചുമത്തിയത് യൂറോപ്യൻ യൂണിയൻ. രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരള ക്രിക്കറ്റ് ലീഗ് 2025 കിരീടം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനാണ്. KJS ധില്ലൻ എഴുതിയ, അടുത്തിടെ പ്രകാശനം ചെയ്ത പുസ്തകമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. അടുത്തത്, ലോകത്തിലെ മൂന്നാമത്തെ വലിയ സൗരോർജ ഉൽപാദക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സൗരോർജ ഉൽപാദക രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വാങ്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന രാജ്യം ഏതാണ്? വാങ്ചു ഭൂട്ടാനിലാണ് കേട്ടോ. വാങ്ചു ജലവൈദ്യുത പദ്ധതി ഭൂട്ടാനിലാണ്. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സൗഹൃദത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂട്ടാനിൽ ഊർജ വിതരണ പദ്ധതി നൽകുക എന്ന് ഒരു ആശയം അദാനി ഗ്രൂപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. വാങ്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്നത് ഭൂട്ടാനിലാണ്. ഓക്കെ, കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ വീരു എന്ന ആനയും ചാരു എന്ന വേഴാമ്പലുമാണ് കേട്ടോ. ആനയും വേഴാമ്പലുമാണ് വീരു, അതുപോലെ ചാരു. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ വീരു എന്ന ആന,
ചാരു എന്ന വേഴാമ്പൽ. ഓക്കെ, വീരു ആൻഡ് ചാരു. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് AK നമ്പ്യാർക്കാണ്. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരം AK നമ്പ്യാർ. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികളായത് വീയപുരം ചുണ്ടനാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികളായത് വീയപുരം ചുണ്ടൻ. കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ വീയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികളായത്. ഓക്കെ, ഇപ്പോൾ റിവൈസ് ചെയ്യാം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സൗരോർജ ഉൽപാദക രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. വാങ്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന രാജ്യം ഭൂട്ടാനാണ്. ഭൂട്ടാൻ. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ വീരു, അതുപോലെ ചാരു. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരം AK നമ്പ്യാർക്കാണ്. AK നമ്പ്യാർ. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികളായത് വീയപുരം ചുണ്ടൻ. അടുത്തത് ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് ആരാണ്? ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് ഖാലിദ് ജമീലാണ്. ഖാലിദ് ജമീൽ. രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ് കേട്ടോ. ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഇന്ത്യക്കാണ്. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. ഈ വർഷത്തെ പ്രമേയം പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ എറ എന്നതാണ്. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ എറ എന്നതാണ് 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം. സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് ആരാണ്? ഖാലിദ് ജമീലാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് ഖാലിദ് ജമീൽ. രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. ഈ വർഷത്തെ പ്രമേയം പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദി ഡിജിറ്റൽ എറ എന്നതാണ്. അടുത്തിടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 100% വിജയിച്ച റഷ്യയുടെ mRNA അധിഷ്ഠിത വാക്സിൻ്റെ പേര് എൻഡറോമിക്സ് എന്നതാണ്. അടുത്തിടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 100% വിജയിച്ച റഷ്യയുടെ mRNA വാക്സിൻ ഏതാണ്? mRNA അധിഷ്ഠിത വാക്സിനാണ് എൻഡറോമിക്സ് എന്നത്. എൻഡറോമിക്സ്. ഓക്കെ. സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം. സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്നത് അരുണാചൽ പ്രദേശ്. സൂര്യോദയത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശിലാണ് സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സൺറൈസ് ഫെസ്റ്റിവൽ എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. 2025 ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2025 ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗ്വാങ്ചു ആണ്. ദക്ഷിണ കൊറിയയിലെ ഗ്വാങ്ചുവിലാണ് 2025 ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ഓക്കെ, 2025 ലോക അമ്പെയ്ത്ത് ആണ് കേട്ടോ. അമ്പെയ്ത്ത് ആർച്ചറി ആണ്. ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗ്വാങ്ചു ആണ്. ദക്ഷിണ കൊറിയയിലെ ഗ്വാങ്ചു. രാജ്യത്തെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത് അസമിലാണ്. രാജ്യത്തിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്യുന്നത് അസം. അടുത്തിടെ ചൈനയിൽ വീശിയ ഉഷ്ണമേഖല കൊടുങ്കാറ്റാണ് തബ എന്നാണ് കൊടുങ്കാറ്റിന് പേര് നൽകിയിട്ടുള്ളത്. ചൈനയിൽ വീശിയ ഉഷ്ണമേഖല കൊടുങ്കാറ്റാണ് തബ. ഓക്കെ. അടുത്തിടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ 100% വിജയിച്ച റഷ്യയുടെ mRNA അധിഷ്ഠിത വാക്സിൻ എൻഡറോമിക്സ് ആണ്. സൺറൈസ് ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 2025 ലോക അമ്പെയ്ത്ത്
ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗ്വാങ്ചു ആണ്, ദക്ഷിണ കൊറിയയിലെ ഗ്വാങ്ചു. രാജ്യത്തെ ആദ്യത്തെ മുള അധിഷ്ഠിത ബയോ റിഫൈനറി ഉദ്ഘാടനം ചെയ്തത് അസമിലാണ്. അടുത്തിടെ ചൈനയിൽ വീശിയ ഉഷ്ണമേഖല കൊടുങ്കാറ്റാണ് തപ എന്നത്. തപ. റെഡ് എലിഫന്റ് പുരസ്കാരം നേടിയത് മുഹമ്മദ് ഫർഹാനാണ്. മുഹമ്മദ് ഫർഹാൻ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അഡ്വർടൈസിംഗ് പുരസ്കാരങ്ങളിലൊന്നായ യൂറിയസ് ഡിസൈൻസിൻ്റെ 2025 പുരസ്കാരമാണ് റെഡ് എലിഫന്റ് പുരസ്കാരം. ഇത് ചരിത്രപരമായ ഒരു നേട്ടമാണ് നമ്മുടെ കേരളത്തിന്. ആദ്യത്തെ റെഡ് എലിഫന്റ് പുരസ്കാരമാണ് കേരളത്തിലേക്ക് മുഹമ്മദ് ഫർഹാൻ വഴി നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡ് എലിഫന്റ് പുരസ്കാരം എന്ന നേട്ടം സ്വന്തമാക്കിയത് മുഹമ്മദ് ഫർഹാനാണ്. മുഹമ്മദ് ഫർഹാൻ. അടുത്തിടെ അവിശ്വാസ വോട്ടെടുപ്പിൽ പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസ് ബൈറു ആണ്. ഫ്രാൻസ് ബൈറു. അടുത്തിടെ അവിശ്വാസ വോട്ടെടുപ്പിൽ പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസ് ബൈറു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 63 ആണ് കേട്ടോ. 63. ആർട്ടിക്കിൾ 63. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ നടക്കുകയുണ്ടായല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ന്യൂസ് കാണുകയാണെങ്കിൽ അത് നമ്മുടെ ഏത് സബ്ജക്റ്റുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണെങ്കിൽ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾ ചോദിക്കുന്നത് കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ടും ആകാം, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 63 ആണ്. സംഘർഷൻ താക്കൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംഘർഷൻ താക്കൂർ മാധ്യമ പ്രവർത്തകനാണ് കേട്ടോ. പ്രസിദ്ധനായ ഒരു മാധ്യമ പ്രവർത്തകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ പത്രാധിപരുമായിട്ടുള്ള വ്യക്തിയാണ് സംഘർഷൻ താക്കൂർ. ഈ അടുത്തിടെയാണ് അദ്ദേഹം അന്തരിച്ചത്. ഓക്കെ, അപ്പോൾ സംഘർഷൻ താക്കൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാധ്യമ പ്രവർത്തനം. റെഡ് എലിഫന്റ് പുരസ്കാരം നേടിയത് മുഹമ്മദ് ഫർഹാൻ. അടുത്തിടെ അവിശ്വാസ വോട്ടെടുപ്പിൽ പുറത്തായ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാൻസ് ബൈറു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 63. സംഘർഷൻ താക്കൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാധ്യമ പ്രവർത്തനം. കേരളത്തിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പാണ് മാർഗദീപം. കേരളത്തിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് മാർഗദീപം സ്കോളർഷിപ്പാണ്. മാർഗദീപം. മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസിന് ഈ ഒരു അവാർഡ് ലഭിച്ചത് നരിവേട്ട എന്ന ചിത്രത്തിനാണ് കേട്ടോ. നരിവേട്ട. മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയത് ടൊവിനോ തോമസ് ആണ്. ചിത്രം നരിവേട്ടയാണ്. ഈ അവാർഡ് ഇദ്ദേഹം 2ാം തവണയാണ് സ്വന്തമാക്കുന്നത്. ഈ ഒരു പുരസ്കാരം ഇദ്ദേഹത്തിന് 2ാമത്തെ തവണയാണ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തിടെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഒലിയാണ്. KP ശർമ്മ ഒലി അടുത്തിടെ രാജിവെച്ച നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയാണ് KP ശർമ്മ ഒലി. നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം കനക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാജി. ഓക്കെ, അപ്പോൾ അടുത്തിടെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രിയാണ് KP ശർമ്മ ഒലി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആർട്ടിക്കിൾ ചോദിച്ചതെന്ന്. ഇന്ത്യയുടെ ഏത് ആർട്ടിക്കിളാണ് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 63 ആണ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ. 767 പാർലമെൻറ്റ് അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണൻ 452 വോട്ട് നേടിയിട്ട്
പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹം ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജായിരുന്നു. ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ തോൽപ്പിക്കാനുണ്ട്. അദ്ദേഹത്തിന് 300 വോട്ടാണ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി എന്നല്ലേ പറഞ്ഞത്? അതെ, ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിലെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് മാർഗദീപം സ്കോളർഷിപ്പാണ്. മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് നേടിയത് ടൊവിനോ തോമസ് ആണ്. അടുത്തിടെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ. അടുത്തത്, ഏറ്റവും പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണു ആണ്. ഏറ്റവും പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണു. സൗരയൂഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും അകലെയുള്ള ഒരു കുള്ളൻ ഗ്രഹമാണ് ഫാർ ഔട്ട്. അകലെയാണല്ലോ, അപ്പോൾ ഫാർ ഔട്ട്. കുള്ളൻ ഗ്രഹമാണ് പുറത്താക്കിയെന്ന രീതിയിൽ കണ്ടാലും മതി. സൗരയൂഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും അകലെയുള്ള കുള്ളൻ ഗ്രഹം ഫാർ ഔട്ട്. പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റിയ രാജ്യമാണ് അമേരിക്ക. പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റിയ രാജ്യം അമേരിക്കയാണ്. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കരാസ് ആണ്. സ്പെയിനിൻ്റെ കാർലോസ് അൽക്കരാസ് ആണ് US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. കാർലോസ് അൽക്കരാസ്. സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹിമാചൽ പ്രദേശാണ്. 99.3% സാക്ഷരതയോട് കൂടിയിട്ടാണ്. 99.3% ഇവിടുത്തെ സാക്ഷരതയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഹിമാചൽ പ്രദേശിനെയാണ്. ഏറ്റവും പുതിയ ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണു. സൗരയൂഥത്തിൽ കണ്ടെത്തിയ ഏറ്റവും അകലെയുള്ള കുള്ളൻ ഗ്രഹമാണ് ഫാർ ഔട്ട്. പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കി മാറ്റിയ രാജ്യം അമേരിക്ക. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കരാസ് ആണ്. സ്പെയിനിൻ്റെ കാർലോസ് അൽക്കരാസ്. സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഓഫ്ടെക് 90 എന്ന പേരിൽ ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമാണ് ഇസ്രായേലാണ് ഓഫ്ടെക് 90 എന്ന പേരിൽ ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 80.9% കേട്ടോ. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 80.9%. വട്ടിപ്പലിശക്കാരെ പൂട്ടാനായി പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് എന്നത്. വട്ടിപ്പലിശക്കാരെ പൂട്ടുന്നതിനായിട്ട് പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദ്ധതിയാണ്. പോലീസിൻ്റെ പദ്ധതിയാണ് വട്ടിപ്പലിശക്കാർക്കെതിരെയുള്ളത് ഓപ്പറേഷൻ ഷൈലോക്ക്. 6ാമത് സ്വദേശ് കോൺഗ്രസിൽ സ്വദേശ് സമ്മാൻ എന്ന അവാർഡ് ലഭിച്ചത് KSFEക്കാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്. 6ാമത് സ്വദേശ് കോൺഗ്രസിൽ സ്വദേശ് സമ്മാൻ എന്ന അവാർഡ് ലഭിച്ചത് KSFEക്കാണ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിനാണ്. ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ നാണയം 100 രൂപ നാണയമാണ്. 100 രൂപ നാണയം. ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് ശതാബ്ദി എന്നാൽ 100 വർഷമാണല്ലോ. അദ്ദേഹം ജനിച്ചത് 1926 അപ്പോൾ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു 100 രൂപ നാണയം പുറത്തിറക്കാനായിട്ട് തീരുമാനിച്ചത്. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ലാറി എലിസൺ ആണ്. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് ലാറി എലിസൺ. ഓഫ്ടെക് 90 എന്ന ചാര ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇസ്രായേൽ. ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 80.9%.
വട്ടിപ്പലിശക്കാരെ പൂട്ടാനായി പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ഷൈലോക്ക് എന്നത്. ഓപ്പറേഷൻ ഷൈലോക്ക്. 6ാമത് സ്വദേശ് കോൺഗ്രസിൽ സ്വദേശ് സമ്മാൻ അവാർഡ് ലഭിച്ചത് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിനാണ്, KSFക്കാണ്. ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി പ്രമാണിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന നാണയമാണ് 100 രൂപ നാണയം. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയാണ് ലാറി എലിസൺ. അടുത്തത് സ്വച്ഛ് വായു സർവേ 2025 1ാം സ്ഥാനത്തെത്തിയത് ഇൻഡോർ ആണ്. സ്വച്ഛ് വായു സർവേ 2025 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയത് ഇൻഡോർ ആണ്. 200-ൽ 200 പോയിന്റും നേടിയാണ് ഇൻഡോർ 1ാം സ്ഥാനത്തെത്തിയത് കേട്ടോ. 200-ൽ 200 പോയിന്റ് ഇൻഡോർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ജപ്പാനിലെ ടോക്കിയോ ആണ്. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ 2025 വേദി ജപ്പാനിലെ ടോക്കിയോ. UPI ഇടപാടിൻ്റെ ഉയർത്തിയ പരിധി എത്രയാണ്? 10 ലക്ഷം രൂപയാണ് കേട്ടോ. 10 ലക്ഷം രൂപയായിട്ടാണ് UPI ഇടപാടിൻ്റെ പുതുക്കിയ പരിധി എന്ന് പറയുന്നത്. 10 ലക്ഷമാണ്. മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്കായി സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അതാണ് ഈ സമൃദ്ധ എന്നത്. മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്കായി സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഈ സമൃദ്ധ. 2025 100 വർഷം പൂർത്തിയാക്കിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മാഭിമാന പ്രസ്ഥാനം. സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ 100ാമത്തെ വർഷമാണ് 2025. EV രാമസ്വാമി നായ്ക്കരാണ്, പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരാണ് ഈ ഒരു ആത്മാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് സ്ഥാപിച്ചത്. ഓക്കെ, അപ്പോൾ 2025 ആത്മാഭിമാന പ്രസ്ഥാനത്തിൻ്റെ 100ാം വാർഷികമാണ്. 100 വർഷം പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ആത്മാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. സ്വച്ഛ് വായു സർവേ 2025 1ാം സ്ഥാനത്തെത്തിയത് ഇൻഡോർ ആണ്. 2025 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ ആണ്. UPI ഇടപാടിൻ്റെ ഉയർത്തിയ പരിധി 10 ലക്ഷമാണ്. 10 ലക്ഷം. മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്കായി സമഗ്രമായ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അതാണ് ഈ സമൃദ്ധ എന്നത്. 2025 100 വർഷം പൂർത്തിയാക്കിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മാഭിമാന പ്രസ്ഥാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ്. നേപ്പാളിൻ്റെ ആദ്യ വനിതാ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കാർക്കി. നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ ഇടക്കാല പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയാണ് ആദി സംസ്കൃതി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയാണ് ആദി സംസ്കൃതി. ഫോബ്സിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനാണ് ബൈജു ഭട്ട്. ഫോബ്സിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാണ് ബൈജു ഭട്ട് കേട്ടോ. ഓക്കെ, ബൈജു ഭട്ട്. 2025 അന്തരിച്ച മായാധർ റൗണ്ട് ഏത് ക്ലാസിക്കൽ നൃത്തരൂപത്തിൻ്റെ പിതാവാണ്? ഒഡീസിയുടേതാണ് കേട്ടോ. മായാധർ റൗണ്ട് ഒഡീസി എന്ന നൃത്തരൂപത്തിൻ്റെ പിതാവാണ്. അദ്ദേഹം 2025 അന്തരിച്ചു. പ്ലാസ്റ്റിക്കിനെ തിന്നുന്ന ഇനം ഫംഗസിനെ കണ്ടെത്തിയത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ജർമ്മനി. പ്ലാസ്റ്റിക്കിനെ തിന്നുന്ന ഇനം ഫംഗസിനെ കണ്ടെത്തിയത് ജർമ്മനിയിലെ ശാസ്ത്രജ്ഞനാണ്. നേപ്പാളിൻ്റെ ആദ്യ വനിതാ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കാർക്കി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര സർവകലാശാലയാണ് ആദി സംസ്കൃതി.
ഫോബ്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജനാണ് ബൈജു ഭട്ട്. 2025 അന്തരിച്ച മായാധർ റൗണ്ട് ഏത് ക്ലാസിക്കൽ നൃത്തരൂപത്തിന്റെ പിതാവാണ്? ഒഡീസിയാണ്, ഒഡീസി. പ്ലാസ്റ്റിക്കിനെ തിന്നുന്ന ഇനം ഫംഗസിനെ കണ്ടെത്തിയത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ജർമ്മനിയാണ്, ജർമ്മനി. ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത് ഏത് രാജ്യത്താണ്? ബ്രസീലാണ് കേട്ടോ, ബ്രസീൽ. ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത് ബ്രസീലിലാണ്, ബ്രസീൽ. 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയാണ്, മേഘാലയ. 2027 ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ, മേഘാലയ, മേഘാലയ. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനെയാണ്, ജോർദാൻ. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമാണ് ജോർദാൻ. പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടന തന്നെയാണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രൊജക്റ്റായ മുകാബ് ഏത് രാജ്യത്താണ്? മുകാബ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്, സൗദി അറേബ്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രൊജക്റ്റായ മുകാബ് സൗദി അറേബ്യയിലാണ്, സൗദി അറേബ്യ. ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസികൾ പ്രക്ഷോഭം നടത്തിയത് ബ്രസീലിലാണ്, ബ്രസീൽ. 2027 ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയയാണ്. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനെയാണ്, ജോർദാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രൊജക്റ്റായ മുകാബ് സൗദി അറേബ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈന. ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ അവതരിപ്പിച്ചത് ചൈനയാണ്, ചൈന. എന്താണ് മത്സ്യ 6000 അല്ലെങ്കിൽ മത്സ്യ 6000? സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ് മത്സ്യ 6000 എന്നത്. മത്സ്യ 6000 സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയാണ് കേട്ടോ, ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഇന്തോനേഷ്യയിലാണ്. എന്താണ് സ്നോ ബ്ലൈൻഡ്? സ്നോ ബ്ലൈൻഡ് എന്താണ്? സ്നോ ബ്ലൈൻഡ് എന്ന് വെച്ചാൽ അതൊരു ആൻഡ്രോയിഡ് മാൽവെയർ ആണ്, ആൻഡ്രോയിഡ് മാൽവെയർ ആണ് സ്നോ ബ്ലൈൻഡ്. ഈ ഒരു പദം പരിചയമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചേക്കാം. അപ്പോൾ എന്താണ് സ്നോ ബ്ലൈൻഡ്? ആൻഡ്രോയിഡ് മാൽവെയർ ആണ്. ലോകത്തിലെ ആദ്യത്തെ കാർബൺ ഫൈബർ ഹൈസ്പീഡ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ചൈന. മത്സ്യ 6000 എന്നത് സമുദ്രയാൻ പദ്ധതിക്കായി നിർമ്മിച്ച അന്തർവാഹിനിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് ഇന്തോനേഷ്യയിലാണ്. സ്നോ ബ്ലൈൻഡ് എന്നാൽ ഒരു ആൻഡ്രോയിഡ് മാൽവെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.